നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു, യെല്ലോ അലർട്ട്. എന്നാൽ സാധാരണ കരുതുന്നത് പോലെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പല്ല, കൊടും വെയിലിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഈ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കുക എന്നും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നുമാണ് സൂചന. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നും നാളെയുമായി ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളത്. താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് സൂചന നൽകുന്നത്. 25, 26 തീയതികളിൽ ഏറ്റവും അധികം ഉയർന്ന നിലയിലേക്ക് ഇത് എത്തിയേക്കും. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 28-ാം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇതോടൊപ്പം മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി ഒട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ORS, ലൈനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗവും കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, ഡംപിംഗ് യാർഡുകൾ തുടങ്ങിയ മേഖലകളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തുക. കൃത്യമായ സുരക്ഷാ മുൻകരുതൽ നടപടി സ്വീകരിക്കുക. അവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുക. ചൂട് അധികരിക്കുന്ന ഘട്ടത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുക. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കി വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.